നമ്മുടെ തൊട്ടടുത്തുള്ള കുറച്ച് വീടുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10 വീട് എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 4-5 വീട്ടിലുള്ളവർ എന്തായാലും UK-ലോ കാനഡയിലോ ഒക്കെ ആയിരിക്കും. ആ സമയത്തൊക്കെ നമ്മൾ ഏജൻസികളിലൊക്കെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഏറ്റവും വലിയൊരു വാഗ്ദാനം എന്ന് പറയുന്നത് UK-ൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന ഒപ്പം തന്നെ പാർട്ട് ടൈം ജോലി ചെയ്യാം, പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ പഠിച്ച ഫീൽഡിൽ ജോലി കിട്ടും, ജോലി കിട്ടിക്കഴിഞ്ഞാൽ 5 വർഷം ജോലിയൊക്കെ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് PR കിട്ടും. ഇനി നിങ്ങൾക്ക് പഠിച്ച ഫീൽഡിൽ തന്നെ ജോലി കിട്ടിയില്ലെങ്കിൽ എന്താ കുഴപ്പം, എങ്ങനെ പോയാലും ഇഷ്ടംപോലെ കെയർ ഹോമുകളുണ്ട്, എവിടെയെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് കയറാൻ പറ്റും, നിങ്ങൾക്ക് അവിടെ നിന്ന് സ്പോൺസർഷിപ്പ് കിട്ടും, അങ്ങനെ സെറ്റിൽ ആവാം. അങ്ങനെയുള്ള കുറേ വാഗ്ദാനങ്ങൾ കേട്ടല്ലേ നമ്മൾ പലരും UK-ലേക്ക് കയറി വന്നത്. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി റിയാലിറ്റി എന്ന് പറയുന്നത് ഇതിൽ നിന്നൊക്കെ ഒത്തിരി ഡിഫറെൻ്റ് ആണെന്നുള്ളത്. പഠിച്ച ഫീൽഡിൽ ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത് UK പോലൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ടാസ്ക്കാണ്. നമ്മൾ നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് നമ്മൾ അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമാണ് നമ്മൾ പഠിച്ചിറങ്ങി കഴിയുമ്പോൾ നമ്മൾ പഠിച്ച അതേ ഫീൽഡിൽ തന്നെ ഒരു ജോലി കിട്ടുക എന്നൊക്കെ ഉള്ളത്. ആ ജോലിക്ക് ഒരു സ്പോൺസർഷിപ്പ് കിട്ടി നമുക്ക് ഒരു 5 വർഷത്തേക്കൊക്കെ വിസ കിട്ടുക എന്ന് പറയുന്നത് അതിലും വലിയൊരു ടാസ്ക്കാണ്. പിന്നെ ഉണ്ടായിരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് കെയർ ഹോം വിസയൊക്കെയാണ്. ഒരു 2 വർഷം മുന്നേ തന്നെ അതിൻ്റെ കാര്യത്തിലൊക്കെ ഏറെക്കുറെ ഒരു തീരുമാനമായി. പിന്നെ ഡിപ്പെൻഡൻറ്റും കൂടെ അലോ ചെയ്യാൻ പറ്റില്ല എന്ന് വന്നു കഴിഞ്ഞപ്പോൾ പലർക്കും ആ ഒരു ഓപ്ഷൻ എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കും വന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനക്കോട്ട കെട്ടിക്കൊണ്ട് വന്ന അല്ലെങ്കിൽ നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ട് വന്ന കാര്യങ്ങളും ഇവിടെ വന്ന് നടന്ന കാര്യങ്ങളും തമ്മിൽ ആനയും ഉറുമ്പും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടായിരുന്നു. ആ ഒരു കണ്ടീഷനിൽ കൂടെയൊക്കെയാണ് ഇപ്പം നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെയാണ് ഇങ്ങനെ നമ്മുടെ ഇമ്മീഡിയറ്റ് സർക്കിളിലുള്ള പലരും തിരിച്ചു പോകുന്ന സിറ്റുവേഷനും കൂടെ നമ്മൾ കാണേണ്ടി വരുന്നത്.